എല്ലായിടത്തും ഓണത്തിൻ്റെ ഒരുക്കങ്ങളും ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവൂലേ. ഇനിയിപ്പോൾ അടുത്തത് സദ്യക്കുള്ള കൂട്ടൊക്കെ ഒരുക്കലാണ്. അപ്പോൾ ഞമ്മക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മത്തങ്ങ വൻപയർ എരിശ്ശേരി ആട്ടോ. ഇതിലേക്കുള്ള പയർ ഞാനൊരു 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി ഈ പയർ വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്ന വരെ ഈ പയറൊന്ന് ഞാൻ വേവിച്ചെടുത്തിക്കണം കേട്ടോ. നമ്മളെ പയറൊക്കെ ഇവിടെ കുക്കായി വന്നിക്കണം കേട്ടോ. ആവിയൊക്കെ നന്നായിട്ട് പോയതിൻ്റെ ശേഷം മതിട്ടാ കുക്കറിൻ്റെ മൂടി തുറക്കാൻ. ഇനി ഇതിലേക്ക് മത്തൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ അതൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങയിലേക്ക് ചെറിയുള്ളി, നല്ല ജീരകം, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ വേണം ഇതൊന്ന് ചതച്ചെടുക്കാൻ കേട്ടോ. ഒരുപാട് അരഞ്ഞു പോവാതെ നോക്കണേ. എന്നിട്ട് ഈ വെന്ത് വന്ന മത്തനിലേക്ക് ഈ തേങ്ങൻ്റെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തിള വരുന്ന വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ. ഇനി ഇതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം. അത് എന്നിട്ട് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.